തുടങ്ങല്ലേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഷാൻ ബേബി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഹാബിറ്റ്സ്. എന്താണ് ഹാബിറ്റ്സ്? നമ്മളെല്ലാവർക്കും ഓരോ തരം ശീലങ്ങളുള്ളവരാണ് അല്ലേ. നമ്മൾ ഓരോ ദിവസവും പലതരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാവിലെ എണീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുന്നു, ബാത്റൂമിൽ പോകുന്നു, അങ്ങനെ പല കാര്യങ്ങൾ. അത് നമ്മൾ ദിനം പ്രതി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മളെ സഹായിക്കുന്നത്. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ വർക്കിംഗ് മെമ്മറി വഴിയായിട്ടാണ് നമ്മൾ ഈ ഹാബിറ്റ്സ് എല്ലാം ഓരോ ദിവസവും നമ്മളത് ചെയ്യുന്നത്. വർക്കിംഗ് മെമ്മറി അഥവാ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ചില ഇൻഫർമേഷൻസ് നമ്മളെ പെട്ടെന്ന് നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഓർത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം എൻ്റെ വർക്കിംഗ് മെമ്മറിയിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലാണ് ഈ ഹാബിറ്റ്സ് എല്ലാം ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ജെ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ്, അദ്ദേഹം ഹാബിറ്റ്സിനെ കുറിച്ച് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാത്തരം ലേണിംഗ് പഠനങ്ങളും ഹാബിറ്റ്സ് വഴിയാണ് നമുക്ക് ഫോം ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഈവൻ റിലീജിയൻ ആയാൽ പോലും ഒരു ഹാബിറ്റിൻ്റെ ഇതുകൊണ്ടാണ് അത് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഏതൊരു പ്രത്യയശാസ്ത്രമായാലും അതിലും ഒരു ഹാബിറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചില ആക്ഷൻസ്, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് ഈസ് ഈക്വൽ ടു എ സീരീസ് ഓഫ് ആക്ഷൻസ്. ചില ആക്ഷൻസിൻ്റെ പൂർത്തീകരണത്തെയാണ് നമ്മൾ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സീരീസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എ സീരീസ് ഓഫ് ആക്ഷൻ ലീഡ് ടു ഹാബിറ്റ്, ഹാബിറ്റ് ലീഡ്സ് ടു ബിഹേവിയർ, ബിഹേവിയർ ലീഡ്സ് ടു ക്യാരക്ടർ, ക്യാരക്ടർ ലീഡ്സ് ടു ഡെസ്റ്റിനി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്വഭാവം രൂപവത്കരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ വിധിയെ തീരുമാനിക്കുന്നതും ഈ ഹാബിറ്റ്സുകൾ തന്നെയാണെന്ന് നമുക്ക് പറയാം. ചിലർ പറയാറുണ്ട് അത് തലവരയാണെന്ന്. പക്ഷേ ആക്ച്വലി അത് ഒരു തലവരയല്ല, അതൊരു സീരീസ് ഓഫ് ആക്ഷൻസ് വഴിയാണ്, ഹാബിറ്റ്സ് വഴിയാണ് ആ ഒരു പ്രത്യേക ബിഹേവിയറിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത്. അപ്പോൾ ആ ഹാബിറ്റിനെ മാറ്റിയെടുക്കാൻ നമ്മുടെ സീരീസ് ഓഫ് ആക്ഷൻസിനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനെ മാറ്റണമെങ്കിൽ നമ്മളിപ്പോഴായിരിക്കുന്ന ചില സീരീസ് ഓഫ് ആക്ഷൻസ് അത് നമ്മൾ ഡിനൈ ചെയ്യുക, അതിനെ നമ്മൾ മാറ്റിവെക്കുക. അപ്പോഴാണ് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വ്യക്തിക്ക് ദിവസവും ബാത്റൂമിൽ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിന് മുന്നോ അങ്ങനെ എന്തെങ്കിലും ബാത്റൂമിൽ പോകുന്നതിന് മുന്നേ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് വിചാരിക്കുക. അത് അയാൾ ഡെയിലി ചെയ്യുന്നതാണ്, ഒരു ഹാബിറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവസാനം എന്ത് സംഭവിക്കും? പതിയെ അദ്ദേഹം കാലക്രമേണ ചായ കുടിക്കാതെ അദ്ദേഹത്തിന് ബാത്റൂമിൽ പോകാത്ത ഒരു അവസ്ഥ വരാം. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മാറ്റി നിർത്താം? ചായയ്ക്ക് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അത് ആദ്യം ചിലപ്പോൾ വെള്ളമാണെന്ന് വരില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങളോ വല്ല സ്ക്വാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കുറച്ച് ദിവസം അദ്ദേഹത്തിന് അതങ്ങനെ കഴിച്ച് പതിയെ അത് വെള്ളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. വെള്ളം നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലൊരു ഔഷധമാണ്. അപ്പോൾ വെള്ളം കുടിക്കുന്നത് വഴി അതുകൊണ്ട് നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, ആ വെള്ളത്തെ വെച്ച് അത് പതിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ആ ഒരു കട്ടൻ ചായയ്ക്ക് പകരം അവിടെ വെള്ളം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നല്ലൊരു ഹാബിറ്റിന് നമ്മളവിടെ ഫോം ചെയ്യുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ചീത്ത ഹാബിറ്റ്സും. ഇപ്പോൾ നമുക്ക് പുകവലിക്കുന്ന ശീലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശീലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ട് അതിനെ നമ്മൾ ഒരു നല്ല ശീലം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ സീരീസ് ഓഫ് ആക്ഷൻസിനെ അത് ബാഡ് സീരീസ് ഓഫ് ആക്ഷൻസ് ആണെങ്കിൽ അതിന് ഗുഡ് സീരീസ് ഓഫ് ആക്ഷൻസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് നല്ലൊരു ബിഹേവിയറിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. സോ ലെറ്റ് us remember the famous quoting: the series of actions leads to habits, habits leads to behavior, behavior leads to character, character leads to destiny. So let us change our series of actions and have a good character and behavior and people of good personality. So thank you friends.